നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1860 മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC നിയമങ്ങൾക്ക് പകരമായി പാസാക്കിയ പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് ജൂലൈ 1 മുതലാണ്. ഈ നിയമം വന്നതോടുകൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പരിശോധിക്കാം ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലൂടെ. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്രിമിനൽ ലോയറായ അഡ്വക്കേറ്റ് അനിൽ പ്രസാദാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. പ്രേക്ഷകർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. സാർ, നമുക്കറിയാം 1860 മുതൽ 2023 വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നൊരു നിയമമാണ് IPC അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു നിയമത്തിൽ മാറ്റം വന്നിരിക്കുന്നു, പുതിയൊരു നിയമം വന്നിരിക്കുന്നു, ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ പുതിയ നിയമം വന്നതോടുകൂടി വളരെ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പുതിയൊരു നിയമത്തിലേക്ക് പോകാൻ കാരണം? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 1860 കേണൽ മെക്കാളെ അന്നത്തെ കൊളോണിയൽ സംസ്കാരത്തിൽ ഇന്ത്യക്കാരെ ഭരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ശിക്ഷാ നിയമം എന്ന IPC നടപ്പിലാക്കിയത്. 164 വർഷമായി നമ്മൾ ഈ നിയമത്തെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ഈ നിയമത്തിൽ വേണ്ടുന്ന തരത്തിലുള്ള അമെൻമെൻറ്റുകൾ അഥവാ ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ എങ്കിലും ഈ നിയമത്തെ കാലാനുസൃതമായി ഉടച്ചു വാർക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ വെളിച്ചത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഒക്കെ ഭാഗമായി നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായി. പക്ഷേ ആ മാറ്റങ്ങൾക്ക് അനുസൃതമായ തരത്തിൽ നിയമവ്യവസ്ഥയെ ഉടച്ചു വാർക്കാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിരുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഭയമായിരുന്നു ഈ നിയമത്തെ മാറ്റിയെടുക്കുന്നതിനും മറ്റുമൊക്കെ. പക്ഷെ ഇപ്പോൾ നമുക്കുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ജീവിത സാഹചര്യ സംസ്കാരമനുസരിച്ച് നിയമത്തെ നമ്മൾ ശരിയായ തരത്തിൽ ഉടച്ചു വാർത്ത് പുതിയ ഭാരതീയമായി 100% ഭാരതീയമായി മാറ്റി എന്നുള്ളതാണ്. പേരിൽ പോലും നമ്മളതിനെ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ നിന്നും ഭാരതവൽക്കരിക്കുന്ന തരത്തിൽ ആയിരുന്നു മുഴുവൻ കാര്യവുമുണ്ടായത്. അപ്പോൾ ഇത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി പ്രതീക്ഷയോടെ നമുക്കെല്ലാം കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതായത് ഈ പുതിയ നിയമം തീർത്തും നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിലേക്ക് വന്നതോടുകൂടി, അതായത് പഴയ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ IPC നിയമങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പുതിയ നിയമം വന്നതോടുകൂടി മറ്റ് ക്രിമിനൽ നിയമങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ സർ? തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന നമ്മുടെ പുതിയ IPC അത് മാത്രമായി ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറ്റവും ശിക്ഷയും പറ്റിയാണ്. ആ കുറ്റവും ശിക്ഷയും നടപ്പിലാക്കേണ്ടത് കോടതികളാണ്. അപ്പോൾ കോടതികൾ അത് നടപ്പിലാക്കുമ്പോൾ കോടതി നടപടികൾ നടത്തുന്നത് രണ്ടാമത്തെ നിയമമായ BNSS അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമാണ്, അഥവാ പഴയ CRPC പ്രകാരമാണ്. അപ്പോൾ അത് പ്രകാരം കോടതി നടപടി സ്വീകരിക്കുന്നു. ഒപ്പം കോടതി അങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ കുറ്റം ചെയ്ത ഒരാളെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നമ്മുടെ മൂന്നാമത്തെ നിയമമായ BSA അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയം വഴിയാണ്, അതാ പഴയ എവിഡൻസ് ആക്ട്. അപ്പോൾ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു പൗരൻ കുറ്റം ചെയ്താൽ അതിനെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അത് കുറ്റമായി മാറുകയും അതിനെ CRPC അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം വിചാരണ നടത്തുകയും അതിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയം വഴി തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഒരിക്കലും IPC അഥവാ ഭാരതീയ ന്യായ സംഹിത മാത്രം നമുക്ക് പരിഷ്കരിച്ചത് കൊണ്ട് നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായ പരിഷ്കരണം നടക്കുന്നില്ല. ഈ രണ്ട് നിയമങ്ങളും കൂടെ അതിനനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതോടുകൂടി ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്ന പ്രോസസ്സ് സമഗ്രമായ ഒരു പരിഷ്കാരത്തിന് വിധേയമായി എന്നുള്ളതാണ് സത്യം. അതും കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. കാലാനുസൃതമായി അത് അതിനെ പരിഗണിക്കുകയും അതിനെ ഉടച്ചു വാർക്കുകയും ചെയ്തു. കാരണം പണ്ട് ഉണ്ടായിരുന്ന പല കുറ്റങ്ങളും ആ കുറ്റങ്ങളെ പരിഷ്കരിക്കുകയും എന്നാൽ ചിലത് കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സവിശേഷത. ഇപ്പോൾ പണ്ട് ഈ IPC എന്ന് പറയുന്ന ഉടച്ചു വാർത്ത എന്ന് പറയുമ്പോൾ IPC പൂർണ്ണമായി നിരാകരിക്കുകയല്ല ചെയ്തത്. IPC അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചില പരിഷ്കാരങ്ങൾ നടത്തുക മാത്രമാണ് ഉണ്ടായത്.
കൂടുതൽ വകുപ്പുകൾ കൂടുതൽ വകുപ്പുകൾ ചേർത്തു. കൂടുതൽ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ IPCക്ക് 511 സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭാരതീയ ന്യായ സംഹിതയിൽ 358 സെക്ഷനേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, കുറേ ഒഫൻസുകൾ ഇല്ലാതായി. 511 കുറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ 358 മാറി എന്നൊരു സ്വാഭാവികമായ സംശയം നമ്മുടെ സാധാരണക്കാർക്കുണ്ടാവും. അപ്പോൾ സെക്ഷനുകൾ കുറച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം IPCയുടെ യഥാർത്ഥ സ്ട്രക്ചറിൽ നമ്മൾ കൈവച്ചിട്ടില്ല. സെക്ഷൻ കുറയ്ക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ IPCയിൽ 1 മുതൽ 100 വരെയുള്ള സെക്ഷൻ ഉദാഹരണമായിട്ട് എടുത്താൽ ഡെഫിനിഷൻ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ 1A, 1B, 1C എന്ന് പറഞ്ഞ് ഒരു സെക്ഷനകത്ത് തന്നെ ക്രോഡീകരിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സെക്ഷനുകൾ കുറവ് വന്നത്. പക്ഷേ സെക്ഷനുകൾ കുറവ് വന്നുള്ള കാരണം കൊണ്ട് കുറ്റകൃത്യങ്ങളിൽ കുറവ് വന്നില്ല, പുതിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലും കുറവ് വന്നിട്ടില്ല. ഓക്കെ, അതായത് കാലഘട്ടത്തിന് അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ മുമ്പ് IPCയിൽ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഈ പുതിയ നിയമത്തിലൂടെ തീർച്ചയായിട്ടും. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്ന ഒരു സംവിധാനം പഴയ IPCയിൽ ഇല്ലായിരുന്നു. IPC പ്രകാരം പണ്ട് കൂട്ടായി കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 302 IPC പ്രകാരം അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു. അയാളോടൊപ്പം കോമൺ ഇൻറ്റൻഷൻ അഥവാ അതേ കുറ്റത്തിൽ പങ്കാളികളായവർക്കെല്ലാം 34 എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയിട്ട് അവർക്കെല്ലാം തുല്യ ഉത്തരവാദിത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും മാറി ഈ ആൾക്കൂട്ട കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക വകുപ്പ് കൊടുത്ത് അതിന് പ്രത്യേക ശിക്ഷയും നിഷ്കർഷിച്ചു. അപ്പം അങ്ങനെ കാലാനുസൃതമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ഒരുപാട് കാര്യങ്ങൾ ഉടച്ചു വാർക്കുകയും ചെയ്തു. ഓക്കെ, ജൂലൈ 1 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള കുറ്റകൃത്യങ്ങൾക്ക് പഴയ നിയമം തന്നെയാണോ പിന്തുടരുന്നത്, അതോ പുതിയ നിയമത്തിൽ വരുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ജൂലൈ 1 മുതൽ വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ഭാരതീയ ന്യായ സംഹിത ആപ്ലിക്കബിൾ ഉള്ളൂ. അതിൻ്റെ തലേ ദിവസം രാത്രി 12 മണി വരെ നടന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും IPC പ്രകാരം തന്നെയാണ് കോടതികൾ വിചാരണ ചെയ്യുന്നത്. കാരണം മുൻകാല പ്രാബല്യം ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഈ ജൂലൈ 1 മുമ്പ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പത്രത്തിലേക്ക് കണ്ടത് ജൂലൈ 1 വെളുപ്പാങ്കാലത്ത് നടന്ന ഒഫൻസ് ക്രൈം രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയുടെ വ്യവസ്ഥ പ്രകാരമായിരുന്നു. എന്നാൽ 12 മണി വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും IPC പ്രകാരമാണ് സ്വാഭാവികമായിട്ടും ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ സാർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ കോട്ടയത്ത് നിന്ന് ശശിയാണ്. ഇപ്പൊ 2 പ്രാവശ്യം ചോദിച്ചു ആരാണ്. ഓക്കെ, നമുക്കിപ്പോഴാണല്ലോ കേൾക്കാൻ കഴിഞ്ഞേ. ശരി, ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത്, നിലവിൽ ഇപ്പൊ ഒരു ബലാത്സംഗം, ഈ നിയമം അനുസരിച്ച് ഒരു ബലാത്സംഗം ചെയ്തെന്ന് കൂട്ടി ഒരു വ്യക്തി, ശരി കേട്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ ബലാത്സംഗം ചെയ്ത അതിന്റെ കുറ്റം അതെങ്ങനെയാ തെളിയിക്കുന്നെന്നുള്ളതാണ് അറിയേണ്ടത്. ബലാത്സംഗം എന്ന കുറ്റത്തിന് പഴയ IPCയിലും ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലും ഒരേ തരത്തിലുള്ള അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. ആ ശിക്ഷ അതിൻ്റെ കുറ്റകൃത്യത്തിനും അതിനുള്ള ശിക്ഷയ്ക്കും യാതൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ അത് തെളിയിക്കുന്ന എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് കോടതിയിൽ അതിൻ്റെ കുറ്റപത്രം ഫയൽ ചെയ്ത് കഴിയുമ്പോൾ കോടതി തെളിവുകൾ പരിശോധിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഇതാണെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധീനം എന്ന് പറയുന്ന നമ്മുടെ എവിഡൻസ് നിയമങ്ങൾ, തെളിവ് നിയമങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുവെങ്കിൽ, തെളിവ് വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കോടതി ശിക്ഷിക്കും. അതാണ് ഒരു നടപടി. അത് ബലാത്സംഗം എന്ന് മാത്രമല്ല, എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കുറ്റപത്രം പോലീസ് പറഞ്ഞോട്ടെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം ഭാരതീയ സാക്ഷ്യ അധീനം വഴി തെളിവ് ഉണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അയാൾ വെറുതെ വിടും. ചോദിച്ചോളൂ. കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ സർ, നമുക്കിപ്പോൾ ഈ പുതിയൊരു നിയമം വന്നതോടുകൂടി അതിനൊരു കൂടുതൽ ജനാധിപത്യ സ്വഭാവം ഉൾക്കൊള്ളുന്ന രീതിയിലേക്കാണോ വന്നിരിക്കുന്നത്? കാരണം എല്ലാത്തരം വിഭാഗം ജനങ്ങളെയും അവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കാണോ ഇപ്പോൾ ഈ BNS വന്നിട്ടുള്ളത്? അല്ല, നമ്മൾ നിയമങ്ങളെ പറ്റി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിന് അപ്പുറത്ത് ഭരണഘടന അനുസൃതമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമായി വേണം നമ്മൾ ഏതു തരത്തിലുള്ള നിയമങ്ങളും ആവിഷ്കരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന എന്ന് പറയുമ്പോൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ പുതിയ നിയമവും ജനാധിപത്യ സംവിധാനത്തിന് അനുസൃതമായാണ് നടപ്പിലാക്കിയെന്ന് പറയാം. പക്ഷേ അതിനകത്ത് ഭരണഘടന അനുസൃതമായ എന്തെങ്കിലും പാകപ്പിഴകളോ പാളിച്ചകളോ ഉണ്ട് എന്ന് നാളെ പരിശോധിക്കേണ്ടത് കോടതികളാണ്. ഈ നിയമം അങ്ങോട്ട് നിലവിൽ വന്നേ ഉള്ളൂ. ഈ നിയമത്തിലെ ഓരോ വ്യവസ്ഥകളും അതിനെ കോടതി ഇൻ്റർപ്രിട്ടേഷൻ നടത്തി
അതിനെ ശരിക്കും എന്തൊക്കെ ഭേദഗതികൾ വേണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ ഏത് തരത്തിൽ മാറ്റണമെന്നും ഓരോ നിയമവും നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ലെജിസ്ലേച്ചർ അഥവാ നമ്മുടെ നിയമസഭയോ അല്ലെങ്കിൽ പാർലമെൻറ്റോ എങ്ങനെയാണ് അത് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മറുപടി പറയേണ്ടത് നമ്മുടെ കോടതികളാണ്. അതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം തന്നെ ഭാവിയിൽ കോടതികളുടെ ഒരു പരിശോധനയ്ക്കും മേൽനോട്ടത്തിനും പാത്രമായി വേണ്ടുന്ന മാറ്റങ്ങൾ അതിലുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്ന ഭാരതീയ ന്യായ സംഹിത ആസച്ച് ഭാവിയിൽ നിലവിൽ വരുമെന്നോ അതുപോലെ തന്നെ നടക്കുമെന്നോ ഇല്ല. കോടതികൾക്ക് അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും ചില നടപ്പിലാക്കുന്നതിന് ചില വ്യവസ്ഥകൾ നിഷ്കർഷിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. ശരി, ഓക്കെ സാർ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠം തുടരും. കൈ നിറയെ വെണ്ണതരാ കവിളിലൊരുമ്മ തരാ కలవసి బాలికవే చురకతుల చూపులున్న మల్లీశ్వరివే. സാമൂഹ്യ പാഠം തുടരുന്നു. സാർ, നമുക്ക് പലപ്പോഴും കാണാറുള്ളത് പല കേസുകളും നീതി നടപ്പാക്കാനായിട്ട് കാലതാമസം നേരിടുന്നതായിട്ട് ഉള്ള കാര്യം കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ BNS വരുന്നതോടുകൂടി അല്ലെങ്കിൽ BNS നിലവിൽ വന്നതോടുകൂടി അതിലെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ ഒരു വേദന അല്ലെങ്കിൽ പരിദേവനം എന്ന് പറയുന്നത് തന്നെ ജസ്റ്റിസ് ഡിലേ ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് നമ്മുടെ നിയമ മഹാരഥന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള വസ്തുതയാണ്. കാലതാമസം ഉണ്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാലതാമസം ഇല്ലാതെ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ധാരാളിത്വം, എണ്ണക്കൂടുതൽ, അതെല്ലാം തന്നെ അത് തീർപ്പാക്കുന്നതിന് വേണ്ടി കോടതികൾക്ക് കഴിയാത്ത വിധത്തിലായി മാറിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങളായാലും മറ്റായാലും ഇങ്ങനെ കോടതിയിൽ ഡംപ് ചെയ്ത് കൂമ്പാരം കൂന കൂടി വരികയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ജുഡീഷ്യറിക്ക് ഓഫീസർമാർ വളരെ കുറവാണ്, അവരുടെ ജോലിഭാരം വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് കാലതാമസം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിയമത്തിൽ എന്ത് വ്യവസ്ഥ ചെയ്താലും അത് പ്രായോഗികമായി നടപ്പിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന പ്രശ്നമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഉദാഹരണമായിട്ടിപ്പോൾ ചെക്ക് കേസുകൾ പോലുള്ള കേസുകളല്ല, സമ്മറി ട്രയൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി തീരുമാനമെടുക്കണമെന്നാണ് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാരണവശാലും ഈ അങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ തിരുവനന്തപുരം കോടതിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4, 5, 6 വർഷങ്ങളായി യാതൊരു തീർപ്പുമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ നിയമങ്ങളിൽ പരിഷ്കാരം വരുത്തിയിട്ടും യാതൊരു കാരണമില്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. കൂടുതൽ ഓഫീസർമാരെ നിയമിക്കേണ്ടതായുണ്ട്. അതിനു വേണ്ടുന്ന സർക്കാർ അതിനു വേണ്ടുന്ന സംവിധാനം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നീതിയുടെ കാലതാമസം ഒഴിവാക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുള്ള BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത നേരത്തെ ഉണ്ടായിരുന്ന IPCയുടെ ഒരു പരിഷ്കരണം മാത്രമാണോ അതോ കാതലായിട്ടുള്ള മാറ്റങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം IPCയിൽ കാതലായ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുത്താൻ പറ്റത്തുമില്ല. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ IPCയിൽ നിലവിലുള്ള ആ കുറ്റകൃത്യങ്ങളും അവയെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിഷ്കരിക്കുക മാത്രമാണ് ചെയ്തത്. ഒപ്പം അതിൽ ചില കൂടുതലായി ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വന്ന കുറ്റകൃത്യങ്ങളുണ്ട്. ഉദാഹരണം നമ്മുടെ സൈബർ വേൾഡ് വന്നു. ആ സൈബർ വേൾഡ് വന്നതോടുകൂടി സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടായി. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ സൈബർ വേൾഡിലുള്ള കുറ്റകൃത്യങ്ങളായി മാറി. അങ്ങനെ വന്നപ്പോൾ ആണ് നമ്മൾ സൈബർ നിയമം ഉണ്ടാക്കിയത്, IT ആക്ട് ഉണ്ടാക്കി. ഈ IT ആക്ട് ഉണ്ടാക്കിയപ്പോൾ IT ആക്ടിന് അനുസരിച്ച് IPC അമെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ ആ അമെൻമെൻ്റ് ഇല്ലാതെ തന്നെ അതിന് അനുസൃതമായ ചില കാര്യങ്ങൾ കൂടി ചേർത്തു. ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ
സൈബർ ഇടത്തിൽ നടത്തുന്ന എല്ലാ കുറ്റം എന്ന് വെച്ചാൽ നമ്മൾ സൈബർ വേൾഡിൽ ഇപ്പോൾ ഒരു കൊലപാതകം നടത്തിയാൽ അതിനെ ആ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി സൈബർ ഇടം ഉപയോഗിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലോ നമ്മുടെ പിന്നെ വാട്സാപ്പോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറോ ഏതെങ്കിലും തരത്തിൽ അതിന് ഗുണകരമായ തരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സൈബർ ഒഫൻസായി കണക്കാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും IPCയെ അതുപോലെ നിലനിർത്തുകയും ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും ചിലത് കൂട്ടിച്ചേർക്കുകയും ചിലത് പരിഷ്കരിക്കുകയും ചിലത് വിശദമായി വിവരിക്കുകയുമാണ് ഈ നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഓക്കെ സാർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ആരാണ്? സാർ എൻ്റെ പേര് വർഗീസ്. ഓക്കെ, ചോദിച്ചോളൂ സംശയം. തൃശ്ശൂർ. ചോദിച്ചോളൂ. ഇപ്പം സാർ ഇപ്പം പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം കോടതിയിൽ കേസുകൾ കുന്നുകൂടുന്നു. അതെ, അതാണ് പ്രശ്നം. അതെ, കേസുകൾ കുന്നുകൂടുന്നതിൽ ഒരു കാരണം കൂടുതൽ കേസുകളും ഫാബ്രിക്കേറ്റഡ് കേസുകളായി യഥാർത്ഥമായിട്ട് പൊരുത്തപ്പെടാത്ത കുറെ കേസുകൾ കോടതിയിൽ വരുന്നുണ്ട്. ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതിനൊരു നിയമത്തിന് വകുപ്പുണ്ട്, അത് ആരും ശ്രദ്ധിക്കുന്നില്ല. സിവിൽ പ്രൊസീജിയർ കോഡ് ഓർഡർ 7 റൂൾ 11, അത് ട്രയൽ കോർട്ടിന് ബാധകമായിട്ടില്ല. ഓർഡർ 47 റൂൾ 11, അത് അപ്പീലേറ്റ് കോർട്ടിന് ബാധകമായിട്ടില്ല. ഇത് ആരും ശ്രദ്ധിക്കാതെ കേസുകൾ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വകുപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എഴുതിയിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞ വളരെ സത്യസന്ധമായ ഒരു മറുപടി വേണം. ഇദ്ദേഹം പറഞ്ഞത് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയമാണ്. ഇന്ന് കോടതികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയത്തെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി കോടതിയെ അറിയിച്ച് അതിൻ്റെ ചാർജ് കുറ്റപത്രം ഹാജരാക്കേണ്ട ചുമതല പോലീസിനാണ്. പക്ഷേ പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസിന് അടിമപ്പെടാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും യഥാർത്ഥ തരത്തിലുള്ള അന്വേഷണം നടത്താതെ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ ഒരു FIR എടുത്തു കഴിഞ്ഞാൽ അന്വേഷണമുണ്ട്. അന്വേഷണം നടത്തിയതിന് ശേഷം തെളിവുകൾ ശേഖരിക്കണം. തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ യാന്ത്രികമായി കാര്യങ്ങൾ നടന്നു പോകുന്നു പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില സ്വാധീനത്തിന് വശംബിതരായി യഥാർത്ഥ നിരപരാധികൾക്കെതിരെ കേസുകൾ എടുക്കാറുണ്ട്. അതിന് കാരണം കൊണ്ട് കേസുകൾ തീർച്ചയായിട്ടും നമ്മുടെ കോടതികളിൽ കുവിഞ്ഞുകൂടുന്നുമുണ്ട്. ഇത് സത്യമാണ്. പക്ഷേ ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച കേസുകൾ ശരിയാണോ അല്ലയോ, അവർ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് പരിശോധിക്കുകയാണ് കോടതിയുടെ ജോലി. അപ്പോൾ അതുകൊണ്ട് നിരപരാധികളാണെങ്കിൽ അവർ വെറുതെ വിടപ്പെടും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ വെറുതെ വിടുമ്പോൾ ഈ ഫാൾസ് പ്രോസിക്യൂഷന് വേണ്ടി CPC പ്രകാരവും മറ്റുമൊക്കെ ഈ പറഞ്ഞ ഓർഡർ പ്രകാരവുമുള്ള കേസുകൾ പലപ്പോഴും ഫയൽ ചെയ്ത് പരിഹാരമുണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത് പരിഹാരമുണ്ടാക്കുമ്പോൾ അതിന് എത്ര കാലം സമയമെടുക്കും, അതിന് എത്രമാത്രം സമയമുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലിറ്റിഗേഷനിലേക്ക് വ്യവഹാരങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ പോകാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് സത്യമാണ്. ഒരുപാട് കള്ളക്കേസുകൾ കോടതിയിലേക്ക് വരുന്നുണ്ട്. അവയെല്ലാം കള്ളക്കേസുകളാണെന്ന് കണ്ടെത്തിയാൽ കോടതി അതിനെ അവരെ വെറുതെ വിടുന്നുമുണ്ട്. അതാണ് ആ ഒരു വ്യവസ്ഥിതി നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നിലവിലുള്ളതാണ്. അതിനെയൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ കൂടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ അത്തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. സാർ, നമുക്കറിയാം ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രോണിക് വാർത്താവിനിമയ സംവിധാനങ്ങളുടെ സഹായം കൂടുതലായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത കൂടി നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ മാധ്യമം ഇലക്ട്രോണിക് മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനും അന്വേഷിച്ച് വസ്തുത കണ്ടെത്തുന്നതിനും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ വന്ന കാതലായ മാറ്റം എന്ന് പറയുന്നത് ഈ നടക്കുന്ന പ്രവർത്തികളെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ ഇലക്ട്രോണിക് എവിഡൻസായി കോടതി പരിഗണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു വലിയ പ്രശ്നം നേരത്തെ IPCയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത് 10 പ്രതികളുണ്ട് ഒരു കോടതിയിൽ. അതിൽ 7 പേർ കോടതിയിൽ ഹാജരായി, 3 പേർ അബ്സ്കോണ്ടിങ് ആണ്. അങ്ങനെയാണെങ്കിൽ കോടതി ചെയ്തുകൊണ്ടിരുന്നത് ഈ 3 പേർക്ക് ഇവരുടെ കേസ് മാറ്റി നിർത്തിയിട്ട് അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 പേർക്ക് മാത്രം ചാർജ് ഫ്രെയിം ചെയ്ത് കുറ്റപത്രം വായിച്ച് അവരെ മാത്രം ട്രൈ ചെയ്തതിന് ശേഷം എന്നെങ്കിലും ഒരിക്കൽ പോലീസ് ഈ മാറി നിൽക്കുന്ന 3 പേരെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി ഇതേ നടപടികൾ വീണ്ടും നടത്തും.
അതൊരു വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്, ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അതിന് ഒരു മാറ്റം ഈ ഭാരതീയ ന്യായ സംഹിതയിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒളിവിൽ പോയാൽ അയാളെ വരാതെ തന്നെ അയാളെ കൂടി ഉൾപ്പെടുത്തി കേസ് നടത്തിപ്പോവുകയും അപ്രകാരം നടത്തിപ്പോകുമ്പോൾ അതിനൊരു ശിക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ ഒളിവിൽ നിൽക്കുന്നവനും ആ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരായി വരികയും ചെയ്തു. ഇതൊരു വലിയ ചേഞ്ചാണ് നിയമവ്യവസ്ഥയിൽ വരാൻ പോകുന്നത്. കാരണം ഈ ഇരട്ട ജോലി അവസാനിക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ ഒരു കേസിന് തന്നെ 2 പ്രാവശ്യം ട്രയൽ നടത്തേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഇടവേളയിലേക്ക് പോകാൻ സമയമായി സാർ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. നിയമത്തിൻ്റെ ഉപദേശം, നിയമത്തിൻ്റെ സഹായം, നിയമത്തിൻ്റെ ബോധവൽക്കരണം, അതാണ് ദിശയുടെ ഉദ്ദേശം. ചൈൽഡ് മാരേജ് വിക്ടിംസ്, ചൈൽഡ് ലേബറിൻ്റെ വിക്ടിംസ്, അങ്ങനെ കുറേയധികം കാറ്റഗറി ഓഫ് കുട്ടികൾ ശരിക്കും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായി വരുന്നുണ്ട്. കുട്ടികൾ പൊതുവേ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ വിക്ടിം ബ്ലെയിമിംഗ്. UNCRC യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വരുമ്പോൾ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ, അവകാശ ഉടമ്പടി, ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ അവരവരുടെ വീടുകളിൽ നിന്നോ അവരവർ അങ്ങേയറ്റം വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്നോ ആയിരിക്കും. ദിശ പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. സാമൂഹ്യപാഠം തുടരുന്നു. ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചാണ് ഇന്ന് സാമൂഹ്യപാഠം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് അനിൽ പ്രസാദ്. സർ, നേരത്തെ IPCയിൽ ഇല്ലാതിരുന്ന ചില കുറ്റകൃത്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആൾക്കൂട്ട കൊലപാതകം, അതുപോലെ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത് വന്നതോടുകൂടി എന്തെല്ലാം രീതിയിൽ നമുക്ക് ഈ നിയമവ്യവസ്ഥ മാറും എന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അത് ഈ സംഘടിതമായ ഒരു കുറ്റകൃത്യങ്ങൾ നേരത്തെ IPCയിൽ വ്യക്തമായ വ്യവസ്ഥ ചെയ്തിരുന്നില്ല എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടി ഈ സംഘടിതമായ കുറ്റകൃത്യങ്ങളെ ശരിയായ തരത്തിൽ നിർവചിക്കുകയും അതിന് വ്യക്തമായ ശിക്ഷാ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൽ ഈ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇപ്പോൾ സംഘടിതമായി തട്ടിക്കൊണ്ടുപോക്ക്, സംഘടിതമായി നിന്ന് കൊലപാതകം ചെയ്യുക, അല്ലെങ്കിൽ സംഘടിതമായി നിന്ന് ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുക, വസ്തു സംബന്ധമായ തട്ടിപ്പുകൾ നടത്തുക, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെല്ലാം വ്യക്തമായ വ്യവസ്ഥകൾ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതുപ്രകാരം ഈ സംഘടിതമായ ആക്രമണങ്ങൾക്ക് ശിക്ഷയും നിർദ്ദേശിച്ചു. ആ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് വളരെ കാര്യമായ വ്യവസ്ഥ ചെയ്ത ശിക്ഷാ നടപടികളാണ്. അതിന് കാരണം ഇപ്പോൾ സംഘടിതമായി ഇത്തരം ആക്രമണം നടത്തുന്ന വഴി ആർക്കെങ്കിലും മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അഥവാ ജീവപര്യന്തം തടവോ വധശിക്ഷയോ നൽകുകയും 10 ലക്ഷം രൂപയോളം ഫൈൻ അടയ്ക്കാവുന്ന തരത്തിലുള്ള ഫൈനും ചുമത്തുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ആൾ മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 5 വർഷത്തോളം ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയോളം ഫൈനുമൊക്കെ കിട്ടത്തക്ക വിധത്തിൽ കുറ്റകൃത്യത്തെ വ്യക്തമായി നിർവചിക്കുകയും അതിന് വ്യവസ്ഥകൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ, ഈ ഭാരതീയ ന്യായ സംഹിതയുടെ നമുക്ക് മറ്റൊരു പ്രധാന ആകർഷണീയത എന്ന് പറയാവുന്ന ഒന്നാണ് നിർബന്ധിത സാമൂഹിക സേവനം ഇതിനുള്ളിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നതാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഒരു നിർവചനം എങ്ങനെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? എത്ര നാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമായിട്ടാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതായത് അതൊരു സാമൂഹിക ഈ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവന്ന ഒരു സാമൂഹിക പരിഷ്കരണമാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഇപ്പോൾ മോഷണം എന്ന് പറയുന്ന ഒരു കുറ്റത്തിനെ പറ്റിയാണ് പ്രധാനമായി ഇതിൽ പറയുന്നത്. മോഷ്ടിക്കപ്പെട്ട ആൾ മോഷണ വസ്തു തിരികെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷയില്ല. മറ്റേത് IPCയിലാണെന്നുണ്ടെങ്കിൽ once an offense it's an offense, when law set in motion nobody can stop it എന്നാണ്. നിയമം ഒരിക്കൽ ചലിച്ചു പോയാൽ ആ ചലന യന്ത്രത്തെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ നമുക്ക് വന്ന മാറ്റം വെച്ചാൽ അതിൽ മോഷണം എന്ന് വെച്ചാൽ വലിയ കടുത്ത മോഷണങ്ങൾക്കൊന്നുമല്ല ഈ സാമൂഹിക സേവനം വച്ചിരിക്കുന്നത്. 5000 രൂപയിൽ താഴെ വിലയുള്ള ഏതെങ്കിലും സാധനം മോഷ്ടിക്കുകയാണെങ്കിൽ മോഷ്ടിക്കുന്ന ആൾ മനസ്സറിഞ്ഞ് ആ മോഷണ വസ്തു തൊണ്ടി മുതൽ തിരികെ മോഷ്ടിച്ച ആളിന് കൈമാറുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു മോഷണമല്ല എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ കാര്യങ്ങളെ വിവേചനപരമായി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സാമൂഹിക സേവനം എന്ന് പറഞ്ഞാൽ ആ സാമൂഹിക സേവനങ്ങൾ എന്താണെന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ സാമൂഹിക സേവനം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ആ സാമൂഹിക സേവനം എന്തെന്ന് നിഷ്കർഷിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ കോടതി അതിനകത്ത് ഇത്ര നാൾ അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 3 മാസം
ഈ പറയുന്ന സ്ഥലത്ത് ചെന്ന് സോഷ്യൽ വർക്ക് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചാൽ അത് കൃത്യമായും ആ സ്ഥലത്ത് ചെന്ന് സോഷ്യൽ വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ രേഖ വാങ്ങിച്ച് കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി മാത്രമേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ ശിക്ഷാ നടപടി അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ശിക്ഷയ്ക്ക് സേവനം എന്നൊരു കൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നത് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, നമുക്ക് നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ സാമൂഹികമായിട്ടുള്ളൊരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ അതിനെ. ഓക്കെ സാർ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയോ പരിഷ്കരണം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ ഇതിൽ? യെസ്, ഉണ്ട്. ഭാരതീയ ന്യായ സംഹിതയിൽ അധ്യായം 5 വളരെ വ്യക്തമായി നിരവധി വകുപ്പുകൾ ചേർത്തുകൊണ്ട് 63 മുതൽ നിരവധി വകുപ്പുകൾ ചേർത്തുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എല്ലാ അതിക്രമങ്ങളെയും ഗുരുതരമായ ഒരു അതിക്രമമായും ഒരു കുറ്റകൃത്യമായും ആണ് ഭാരതീയ ന്യായ സംഹിതയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് IPCയിലും അങ്ങനെ തന്നെ ആയിരുന്നു. IPCയിൽ നിന്ന് അല്പം കൂടി ചില മാറ്റങ്ങൾ അക്കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില സെക്ഷനുകൾ കൂടി ഉൾപ്പെടുത്തി ആ കാര്യങ്ങളെ വളരെ വ്യക്തമായി ഉടച്ചു വാർക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പം 63 ബലാത്സംഗം മുതലാണ് തുടങ്ങുന്നത്. അതുമുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കടന്നുകയറ്റങ്ങളും ഒക്കെ തന്നെ ശിക്ഷാർഹമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൈബർ നിയമം വന്നതിന് ശേഷം വന്ന ഭേദഗതികളും ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു സ്ത്രീയെ പിന്തുടരുകയും ആ സ്ത്രീ അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ അതൊരു കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അൺവെൽക്കമിങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ്, ഒരു സ്ത്രീ അവർക്കിഷ്ടമില്ലാത്ത തരത്തിൽ ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അതിക്രമം പുരുഷൻ്റെ ഭാഗത്തു നിന്ന് അനുഭവിക്കേണ്ടി വന്നു, അത് അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസായി മാറുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നേരത്തെ ഒഫൻസ് അല്ലാതിരുന്ന പല കാര്യങ്ങളും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും കുറ്റകൃത്യം ആയി മാറ്റി ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ നിരവധി, ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ഭ്രൂണഹത്യ മുതൽ കുട്ടികളെ ട്രാഫിക് നടത്തുന്ന, കുട്ടികളെ കച്ചവടം നടത്തുന്ന, കൈമാറ്റം ചെയ്യുന്ന, കടത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ സെക്ഷനായി കൊടുത്ത് വിശദീകരിക്കുകയും അതിൻ്റെ ശിക്ഷ എന്താണെന്ന് വ്യക്തമായി വ്യവസ്ഥ ചെയ്യുകയും ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. കുട്ടികളെ വ്യഭിചാരത്തിന് ഉപയോഗിക്കുകയോ കുട്ടികളെ വിൽക്കുക, വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ, അതുപോലെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുക, ലൈംഗിക ചോദന ഉണ്ടാകുന്ന തരത്തിലുള്ള ബുക്കുകൾ വിൽപ്പന നടത്തുക, ഇതൊക്കെ നേരത്തെ IPCയിൽ ഉണ്ടായിരുന്നതാണെങ്കിലും അതിനെ വളരെ വ്യക്തമായ വ്യവസ്ഥയോടുകൂടി ഉൾപ്പെടുത്തി ഭാരതീയ ന്യായ സംഹിത പരിഷ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ IPC പരിഷ്കരിക്കപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, ഈ രാജ്യദ്രോഹ കുറ്റങ്ങൾ അതിനുള്ള ശിക്ഷാ നടപടികൾ IPCയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പരിഷ്കരണങ്ങളാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടി വന്നിട്ടുള്ളത്? അവിടെയാണ് നമ്മൾ അല്പം ഒരു ജിജ്ഞാസ പൊതുജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കാരണം രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്നൊരു കുറ്റം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ എതിർക്കുന്നതിനും അടിച്ചൊതുക്കുന്നതിനും വേണ്ടിയാണ് 151 എന്ന് പറയുന്ന ഒരു സെക്ഷൻ IPCയിൽ ഉൾപ്പെടുത്തി ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവർക്കെതിരെ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന സമരങ്ങളെയും അവരടിച്ചൊതുക്കിയിരുന്നത് ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഈ വകുപ്പ് അനുസരിച്ചാണ്. പിന്നെ അതിനെ 151A ആയിട്ട് പ്രത്യേകിച്ച് സെക്ഷൻ ഉൾപ്പെടുത്തി IPC പരിഷ്കരിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നൊരു മാറ്റം, ഈ രാജ്യദ്രോഹം എന്ന കുറ്റം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല, മറിച്ച് ഭീകരവാദമാണ് ഒരു രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കിയിരിക്കുന്നത്. ആ ഭീകരവാദം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെ നടത്തുന്ന ഏത് പ്രവൃത്തിയുമാവാം എന്ന് വിശാലമായൊരു ഡെഫിനിഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭീകരവാദം എന്ന് പറയുന്ന അത് സ്വാഭാവികമായിട്ട് IPC പറയുന്ന സെക്ഷനെ മാറ്റിയെങ്കിലും അതിനെ മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അവിടെ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതല്ല, മറിച്ച് സർക്കാരിനെ അട്ടിമറിക്കത്തക്ക വിധത്തിലുള്ളതോ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും ഘടകവിരുദ്ധമായി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആ പ്രവൃത്തിക്ക് വേണ്ടി നടത്തുന്ന ഏതൊരു ആഹ്വാനവും ഏതൊരു പ്രേരണയും കുറ്റമായി മാറും. അവിടെ നമുക്കുള്ളൊരു സാധാരണക്കാരിപ്പോൾ എല്ലാവരും ഭയത്തോടെ കാണുന്നത് ഭരണകൂടത്തിന് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തെളിവില്ലെങ്കിൽ പോലും പ്രേരിപ്പിച്ചു എന്നാരോപിച്ച് ഒരാളെ
ഈ ഭീകര പിന്നെ എന്താണ് നമ്മുടെ നിയമത്തിലേക്ക് അല്ലേ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി അവരെ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഭയപ്പാടോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത്. മാത്രമല്ല ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള എന്താണ് രാജ്യത്തിനെതിരെ നടത്തുന്ന ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ നടത്തുന്നതായ ആഹ്വാനങ്ങളോ പ്രചരണങ്ങളോ ഒക്കെ തന്നെ ഈ സെക്ഷനകത്ത് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ സാധാരണ IPC ഉണ്ടായിരുന്നപ്പോൾ ഈ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്നൊരു കുറ്റമാണ്. പിന്നെ അതുകൂടാതെ അവർക്ക് പാസ്പോർട്ട് നൽകത്തില്ല, അവർ സ്ഥിരമായി കോടതിയിൽ ഹാജരാവുന്ന സമയത്തെല്ലാം ഹാജരാകേണ്ടി വരും, ആ കുറ്റകൃത്യത്തിന് ജാമ്യമില്ല. ആ കുറ്റകൃത്യങ്ങളെ അതിനേക്കാളും കൂടുതൽ ശിക്ഷ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നമുക്ക് ഭയപ്പെടുന്ന കാര്യം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നമ്മൾ പ്രചരിപ്പിക്കുന്നതായ രാഷ്ട്രത്തിനെതിരെയുള്ള സന്ദേശങ്ങൾ, അത് സാധാരണ ജനങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പോൾ ഒരു സംസ്കാരമുണ്ട്. നമ്മൾ വാട്സാപ്പ് എടുത്ത് പരിശോധിക്കുന്നു, ഏത് മെസ്സേജ് വന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഫോർവേഡ് ചെയ്യപ്പെടുന്നു. അത് നമ്മൾ ശരിയായി വായിച്ചു പോലും നോക്കാതെയാണ് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ 2, 3, 4 വരി വായിച്ചിട്ടായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ഫോർവേഡ് ചെയ്യപ്പെടുന്നൊരു മെസ്സേജ് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിനും ബാധിക്കുന്ന തരത്തിലും സർക്കാരിനെ അട്ടിമറിക്കുന്ന തരത്തിലും ഉള്ള ഒരു മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ ഭാഗവാക്കായി മാറുന്നു. അതാണ് ഇലക്ട്രോണിക് മീഡിയ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയപ്പോൾ വരുന്നൊരു അപകടകരമായ അവസ്ഥ. പിന്നെ മറ്റൊന്നിൻ്റെ ഏറ്റവും നല്ലൊരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഭീകരവാദം ഉണ്ടാകുന്ന എപ്പോഴും വിദേശ രാജ്യങ്ങളുടെ പണം ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ നടത്തുന്നതാണ് യഥാർത്ഥ ഭീകരവാദം. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ പിന്നെ തകർക്കുന്നതിന് വേണ്ടി അവരുടെ പണം ഉപയോഗിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം. അത് നേരത്തെ IPC പ്രകാരം ഒരു ഒഫൻസ് അല്ലായിരുന്നു. ഇപ്പോൾ വിദേശ പണം ആരെങ്കിലും കൈപ്പറ്റി അതുപയോഗിച്ചൊരു ഭീകരവാദം നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തുകയാണെങ്കിലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ പ്രവർത്തിക്കുകയാണെങ്കിലോ അത് ഗുരുതരമായ കുറ്റമായി കണക്കാക്കി അതിന് വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന ഒരു ഒഫൻസായി ഇതിനെ മാറ്റി. അത് ഏറ്റവും അത്യാവശ്യവും കാലാനുസൃതമായി ആവശ്യവുമായ ഒരു പരിഷ്കാരമായി കണക്കാക്കാം. കാരണം നമ്മുടെ ഭീകരത എല്ലാം ഉണ്ടാവുന്നത് വിദേശ പണം ഉപയോഗിച്ചാണ്. അപ്പോൾ അതിന് നേരത്തെ IPC വകുപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഭാരതീയ ന്യായ സംഹിതയിൽ അതിന് വ്യക്തമായ വകുപ്പ് എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമായിട്ട് പറയാൻ കഴിയുന്നത്, അല്ലേ സർ? തീർച്ചയായിട്ടും. ഭാരതീയ ന്യായ സംഹിതയിലെ പുതിയ നിയമങ്ങൾ നമ്മളോട് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം, നിങ്ങൾ അറിയപ്പെടാതെ നിങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്, ഇലക്ട്രോണിക് മാധ്യമങ്ങളെ സൂക്ഷിച്ചുപയോഗിക്കണം, സാമൂഹ്യ മാധ്യമങ്ങളെ സൂക്ഷിച്ചുപയോഗിക്കണം, മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നിയമങ്ങൾ. കാരണം ഈ നിയമങ്ങളിൽ അതെല്ലാം കുറ്റകരമായി കാണുകയും ആ കുറ്റത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ സന്ദേശം. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ബ്രേക്കിലേക്കും കൂടി പോകാം. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് മടങ്ങിയെത്താം. ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണി വായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ, നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. ശക്തമായ വികാരങ്ങളുടെ അനിയന്ത്രിതമായ കുത്തൊഴുക്കാണ് കവിത. പറഞ്ഞത് വിഖ്യാത സാഹിത്യകാരനായ വില്യം വേഡ്സ്വർത്താണ്. എൻ്റെ പാപത്തിലേറ്റം മധുരമേ, എൻ്റെ പ്രേമത്തിലേറ്റം അഗാധമേ, ജന്മജന്മാന്തരങ്ങളിലല്ല ഈ ജന്മമിങ്ങിനി തേടേണ്ടു നിന്നെ ഞാൻ. എൻ്റെ പാപത്തിലെ എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. സാമൂഹ്യ പാഠം തുടരുന്നു. നമുക്കറിയാം ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. മാത്രമല്ല നമുക്ക് സൈബർ നിയമങ്ങൾ നിലവിലുണ്ട്. ഈ ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടി ആ സൈബർ നിയമങ്ങളിൽ എന്തെങ്കിലും പരിഷ്കരണം നടത്തിയിട്ടുണ്ടോ? കാതലായിട്ടുള്ള മാറ്റങ്ങൾ അതിലും കൊണ്ടുവന്നിട്ടുണ്ടോ? സൈബർ നിയമം പ്രത്യേക നിയമമാണ്. അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞു നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കി കാലാനുസൃതമായ
ഭേദഗതികളൊക്കെ വരുത്തി ഇപ്പം നിലവിലുള്ള നിയമമാണ്. ആ നിയമത്തിൻ്റെ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നത് വഴി ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ പല കുറ്റകൃത്യങ്ങളും ഭാരതീയ ന്യായ സംഹിതയിലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് സൈബർ കുറ്റവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കുറ്റവുമായിരുന്നു നേരത്തെ. ഇപ്പോഴും അത് സൈബർ കുറ്റവും ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കുറ്റവുമായി രണ്ടിലെ വകുപ്പുകളും ചേർത്ത് പോലീസിന് കേസ് ചാർജ് ചെയ്യാം എന്നതാണ്. പിന്നെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നൊരു പുതിയ മാനമുണ്ട്. അതായത് നമ്മളെ ഒരു കുറ്റകൃത്യം നടക്കുന്നതിനൊരു ഇടം വേണം, ഒരു സ്ഥലം. അങ്ങനെ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്നാണ് പറയുന്നത്. അതൊരു കുറ്റകൃത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ പ്ലേസ് ഓഫ് ഒക്കറൻസ് സാധാരണഗതിയിൽ നമ്മുടെ IPC നിലവിലുള്ള സമയത്ത് ഒരു പ്രത്യേക സ്ഥലമായിരിക്കും ആ ഇടം. ഇപ്പോൾ ആ ഇടം സർവത്രമായി മാറി എന്ന് വെച്ചാൽ സൈബർ ഇടമാണ് സൈബർ കുറ്റങ്ങൾ നടക്കുന്ന സ്ഥലം. സൈബർ ഇടമെന്ന് പറയുമ്പോൾ നമ്മുടെ സൈബർ വേൾഡ്, നമ്മൾ ഇൻ്റർനെറ്റിനും നമുക്ക് നമ്മുടെ ഗൂഗിളിനും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിനും പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമെല്ലാം, ആകാശവും ഭൂമിയും എല്ലാം സൈബർ ഇടമാണ്. അപ്പോൾ ആ സൈബർ ഇടത്തിന് നേരത്തെ നമ്മുടെ IPC പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ സ്പേസ് അല്ല, ഒരു വലിയ വൈഡ് ക്യാൻവാസാണുള്ളത്. അതുകൊണ്ട് അവിടെ എവിടെ വെച്ച് നടന്നാലും അതൊരു സൈബർ കുറ്റകൃത്യമാണ്. ഇപ്പോൾ ഒരു പിടിച്ചുപറി നടക്കുന്നു, ഒരു മോഷണം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നു. ആ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം തന്നെ നടക്കുന്നത് സൈബർ സ്പേസിൽ വെച്ചാണെങ്കിൽ സൈബർ സ്പേസ് അതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു വിശാലമായ സൈബർ ഒഫൻസായി കൂടി കണക്കാക്കുന്ന തരത്തിലാണ് പുതിയ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ഇതിനു മുൻപ് നമുക്ക് IPC നിലവിൽ ഉണ്ടായിരുന്നപ്പോൾ വളരെ ചെറിയ രീതിയിൽ പരിഗണിച്ചിരുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വാഹനം ഇടിച്ച് നിർത്താതെ പോയാൽ അത്തരം സംഭവങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? അതിൻ്റെ ഒരു ശിക്ഷാ നടപടികൾക്കൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ടോ? അതിനൊക്കെ ചില മാറ്റങ്ങളും ചിലവ് അതുപോലെ നിലനിർത്തുകയും ആണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം ഈ വാഹന അപകട സംബന്ധമായ വിഷയങ്ങളെല്ലാം IPC 279 മുതലുള്ള ചില സെക്ഷനുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിനകത്ത് നേരത്തെ തന്നെ IPC തന്നെ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ എന്താണ് കുറ്റമെന്നും, അശ്രദ്ധമായി ഉദാസീനമായി മനുഷ്യജീവന് ആപത്തുണ്ടാവുന്ന തരത്തിൽ അതിവേഗതയിൽ വാഹനം ഓടിച്ചാൽ എന്ത് കുറ്റമാണെന്നും, വാഹനം ഓടിച്ച് ഒരാളെ കൊണ്ടിടിച്ച് അയാൾക്ക് പരിക്ക് പറ്റിയാൽ അയാൾക്ക് ഗ്രീവിയസ് ആയിട്ടുള്ള ഹർട്ട്, വലിയ പരിക്കാണ് പറ്റുന്നതെങ്കിൽ അതിനൊക്കെ തന്നെ വ്യക്തമായ വ്യവസ്ഥകൾ IPCയിൽ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകളെയൊക്കെ തന്നെ ഭാരതീയ ന്യായ സംഹിതത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ചില കുറ്റകൃത്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ട്രാഫിക് ഒഫൻസുകൾക്ക് പുതുതായി നിരക്ക് കൂട്ടിയ ഫൈനുകളും ശിക്ഷാ കാലാവധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം, വാഹനം ഓടിച്ചിട്ട് ഒരാൾക്ക് അപകടമുണ്ടാക്കിയിട്ട് നിർത്താതെ പോവുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ജയിൽ ശിക്ഷയും കൂടുതൽ ഫൈനും പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അതിന് വന്നൊരു മാറ്റം. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IPCയിലുള്ള കുറ്റകൃത്യങ്ങൾ അതുപോലെ നിലനിർത്തുകയും അവയുടെ ഫൈൻ കൂട്ടുകയും ശിക്ഷാ കാലാവധി കൂട്ടുകയുമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കുന്നതിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് പോലീസിനും അഭിഭാഷകർക്കും ഒക്കെ ഇതെങ്ങനെയാണ്, ഈ ഒരു മാറ്റത്തിൽ എങ്ങനെയാണ് അവർ സംഘർഷം നേരിടുന്നുണ്ടോ? ഏത് രീതിയിലാണ് അവർ അത് എടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതൊരു വലിയ ബുദ്ധിമുട്ട് അഭിഭാഷകരുടെ ഇടയിലും പോലീസിൻ്റെ ഇടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഉദാഹരണം, പേരിൽ തന്നെ ഒന്ന് നോക്കണം. നമ്മൾ തലമുറകളായി വിളിച്ചുകൊണ്ടിരുന്ന പേരുകളാണ് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അത് മനസ്സിൽ നിന്ന് മാറി പുതിയ പേരുകൾ മനസ്സിലോട്ട് കയറാൻ തന്നെ കുറേ കാലമെടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ 3 ആക്ടിൻ്റെ പേരും നമുക്ക് എത്ര അഭിഭാഷകർക്ക് തന്നെ നേരിട്ട് പെട്ടെന്ന് കയറി പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം അത് പഠിച്ച് നമ്മൾ ഒരാളെ പേര് വിളിച്ച് എത്രയോ കാലമായി വിളിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ പെട്ടെന്ന് പേര് മാറുമ്പോൾ നമുക്ക് അയാളെ വിളിക്കാൻ കിട്ടുന്നൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്. ആ സ്വാഭാവികം വന്നിട്ട് പേരിൽ മുതൽ തുടങ്ങുന്നു. പിന്നെ മാത്രമല്ല, ഇതുവരെ നമ്മൾ പഠിച്ചത്, ഇപ്പോൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചതെല്ലാം IPC ആണല്ലോ, CRPC ആണല്ലോ. ഞങ്ങളൊക്കെ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തും IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ അതിനൊരു കാതലായ മാറ്റം വരികയും പുതിയ നിയമങ്ങൾ വരികയും പുതിയ ശിക്ഷാ രീതികൾ വരികയൊക്കെ ചെയ്യുമ്പോൾ അഭിഭാഷകരുടെയിൽ ഇത് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ കാലതാമസം ഉണ്ടാവും. അതുകൊണ്ട് ഇതിനൊരു തുടർ വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. എനിക്ക് പോലീസിനാണെന്നുണ്ടെങ്കിലും പോലീസിനും ഇത് നടപ്പിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു.
അപ്പോൾ അത് ഈ ഭാരതീയ ന്യായ സംഹിത വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. കോടതി ഹിയറിംഗിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് കോടതി തന്നെ പെട്ടെന്ന് അതിനെ മാറ്റിയതിന് ശേഷം നാളെ മുതൽ പുതിയ നിയമമല്ലേ വരുന്നത്, അതുകൊണ്ട് ഇന്ന് തന്നെ വാദം കേൾക്കാമെന്ന് പറയുന്നൊരവസ്ഥയുണ്ടായി. എന്ന് വെച്ചാൽ നിയമത്തിൽ മാറ്റം വരുന്നു. ഈ മാറ്റം വരുന്ന നിയമം ജുഡീഷ്യറിയെ പഠിപ്പിക്കണം, അഭിഭാഷകരെ പഠിപ്പിക്കണം. ജുഡീഷ്യറി ജഡ്ജിമാരെയും മജിസ്ട്രേറ്റുമാരെയും പഠിപ്പിക്കണം, അഭിഭാഷകർ പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കണം, പോലീസ് പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. അപ്പോൾ ഇത് ഇത്രയും പേരെ പഠിപ്പിച്ച് ഇതിന് പ്രാപ്തരാക്കി മാറ്റുന്നതിന് തീർച്ചയായിട്ടും കാലതാമസമുണ്ടാവും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊരു ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. അത് നമ്മൾ ഓവർകം ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, നമുക്ക് ഈ IPC പരിശോധിച്ച് നോക്കിയാൽ അതിലില്ലാതിരുന്ന ധാരാളം കുറ്റകൃത്യങ്ങൾ ഇതിലേക്ക് പുതിയതായിട്ട് ചേർത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ആൾക്കൂട്ട കൊലപാതകം, സംഘടിത ആക്രമണങ്ങൾ തുടങ്ങിയവ. ഇതുകൂടാതെ മറ്റെന്തെല്ലാം ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്? ഈ പറഞ്ഞതൊക്കെ തന്നെ ഗൗരവതരമായ മാറ്റമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതെല്ലാം തന്നെ ഗൗരവതരമായ മാറ്റമാണ്. അങ്ങനെ ഈ ആൾക്കൂട്ട കൊലപാതകം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സംഘടിതമായ ആക്രമണം, കൊലപാതകം, രാജ്യദ്രോഹ കുറ്റങ്ങളിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ വാഹന സംബന്ധമായ നിയമങ്ങളിൽ വന്ന മാറ്റം, ഈ മാറ്റങ്ങളെല്ലാം തന്നെ ഗൗരവതരമായ മാറ്റങ്ങളാണ്. ഈ ഗൗരവതരമായ മാറ്റങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ പല മീഡിയയിൽ കൂടി നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗൗരവതര മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങളല്ലാതെ തന്നെ IPC അതുപോലെ നിലനിർത്തിയിട്ടുള്ള നിരവധി സെക്ഷനുകളുണ്ട്. അതിലൊന്നും തൊട്ടിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അങ്ങനെയുള്ള സെക്ഷനുകളുണ്ട്. അപ്പോൾ ഈ മാറ്റം വരുത്തിയത് നമുക്ക് എണ്ണി പറയാവുന്ന സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒഫൻസുകളും എണ്ണി പറയാവുന്നവ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി കാതലായ ചില പരിഷ്കാരങ്ങളും ആണ് വരുത്തിയിട്ടുള്ളത്. ചിലതിൻ്റെ ഫൈൻ കൂട്ടിയിട്ടുണ്ട്, ചിലതിൻ്റെ ശിക്ഷാ കാലാവധി കൂട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, മനുഷ്യാവകാശപരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഈ നിയമങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും അവർക്കെല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള രീതിയിലേക്കാണ് ഇനി പുതിയ നിയമം കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് പ്രത്യാശിക്കാൻ സാധിക്കുമോ? എന്നും പറയാം. ഞാനങ്ങനെ പറയാൻ കാരണം ഈ മനുഷ്യാവകാശ വിഷയങ്ങളെ സംബന്ധിച്ച് അതിന് നമുക്ക് പ്രത്യേക വിഭാഗവും പ്രത്യേക നിയമവും തന്നെ ഉണ്ട്, അതിന് പ്രത്യേക കോടതിയുമുണ്ട്. അത് അത്തരത്തിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ നമ്മുടെ പഴയ IPC എന്ന് പറയുന്നത് തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ ഈ കുറ്റം ചെയ്യുന്നവന് മനുഷ്യാവകാശം കിട്ടുന്നത് അവൻ ജയിലിൽ പോകുമ്പോൾ ആ ജയിലിൽ കിട്ടുന്ന മനുഷ്യാവകാശമാണ്. അല്ലാതെ മറ്റ് മനുഷ്യാവകാശങ്ങൾ വെച്ചാൽ പ്രതിക്ക് കിട്ടുന്ന അവകാശങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും. പ്രോസിക്യൂഷന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതേ അവകാശം നമ്മൾ പ്രതിക്കും കൊടുക്കുന്നുണ്ട്. അത് ഭാരതീയ ന്യായ സംഹിത വന്നതുകൊണ്ടുള്ള മാറ്റമല്ല, അത് പണ്ട് മുതലേ നമ്മുടെ ഒരു കൾച്ചറിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ നിയമവ്യവസ്ഥയുടെയും ഒരു പിന്തുടർച്ച മാത്രമാണത് എന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ അഥവാ വാദി സർക്കാരിന് വേണ്ടി നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും തത്തുല്യമായ അവകാശം പ്രതിക്കും കിട്ടുന്നുണ്ട്. അപ്പം നിയമത്തിൽ എപ്പോഴും നമ്മുടെ നിയമത്തിൽ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിയമവ്യവസ്ഥ മാത്രമേ നമ്മുടെ നാട്ടിൽ നടക്കൂ. കാരണം നമ്മൾ അത്രയും വലിയ ജനാധിപത്യ രാജ്യമാണ്, അത്രയും മഹത്തരമായ അത്രയും ബൃഹത്തായ ഒരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ നിയമവ്യവസ്ഥയിലും നമുക്ക് കിട്ടും. കിട്ടിയില്ലെങ്കിൽ അതിന് നമ്മുടെ കോടതികളുണ്ട്. ആ കോടതികളെ സമീപിച്ച് നമുക്ക് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ വ്യവസ്ഥകളും ഇതര നിയമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഏതെങ്കിലും കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കുക അല്ലെങ്കിൽ തെളിവുകൾ സംരക്ഷിക്കുക എന്നുള്ളതും ഒരു അവകാശമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ തെളിവുകൾ കൃത്യസമയത്ത് ശേഖരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പല കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെടാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ അതിനൊരു മാറ്റം അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ ഒരു നിയമം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ സർ. നൈസ് ക്വസ്റ്റ്യൻ. അത് സത്യമാണ്. അതും ഒരു വലിയ മാറ്റമാണ്. കാരണം നമ്മുടെ മുമ്പത്തെ നിയമപ്രകാരമുള്ള തെളിവുകളെന്ന് പറയുന്നത് ഇലക്ട്രോണിക് തെളിവുകൾക്ക് ഒരു സെക്കൻഡറി എവിഡൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രഥമ എവിഡൻസ് ആയിട്ട് പരിഗണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു തെളിവായി വരികയുമില്ല. അതിനെ പിന്നെ ഒരു പ്രഥമ തെളിവാക്കി മാറ്റിയാൽ മാത്രമേ അതൊരു തെളിവായി വരത്തുള്ളൂ, അല്ലെങ്കിൽ തെളിവല്ല. പക്ഷേ ഈ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന നമ്മുടെ നിയമത്തിൽ ഇലക്ട്രോണിക് എവിഡൻസുകളെ ഒരു തെളിവായി പരിഗണിക്കപ്പെട്ടു. ഇപ്പോൾ അത് പ്രധാനപ്പെട്ട തെളിവായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു ഒരു കമ്പ്യൂട്ടർ എടുത്ത പേപ്പറാണെങ്കിൽ പോലും ആ പേപ്പർ ഒരു തെളിവായി കൺസിഡർ ചെയ്യാം ഇപ്പോൾ. അതിനനുസരിച്ചാണ് ഭാരതീയ ന്യായ സംഹിതയെ ഉടച്ചു വാർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പ്രൊസീജിയർ ഫോർമാലിറ്റികൾ പറയുമ്പോൾ
നമുക്ക് പണ്ടാണെന്ന് ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഒരു സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം പോലീസ് വന്ന് മഗസർ എഴുതി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മഗസറിൽ രേഖപ്പെടുത്തി അത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ എതിർഭാവം വക്കീൽ ആ മഗസറിനെ ചോദ്യം ചെയ്ത് അത് പൊളിയുകയാണെന്നുണ്ടെങ്കിൽ കേസ് തീർന്നു. ഇന്ന് നേരിട്ട് കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ അതിനെ റെക്കോർഡ് ചെയ്തെടുത്ത് കോടതി ഹാജരാക്കുകയാണ്. ആ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു തെളിവായി മാറി. അങ്ങനെ വരുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ വിരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിതയിലും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളിലും ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലും ഒക്കെ തന്നെ വളരെ വ്യക്തമായ മാറ്റങ്ങൾ വന്നത് ഒരു വലിയ കാര്യമാണ്. ഇനി ഈ നിയമത്തിൻ്റെ നമ്മളെല്ലാം പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഈ നിയമത്തിൻ്റെ തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ അതിൽ വരുന്ന ലൂപ്പ് ഹോൾസിൽ കൂടി പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇനി അത്തരത്തിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഈ തെളിവ് നശിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ തെളിവുകളെല്ലാം തന്നെ ചിത്രങ്ങളായി റെക്കോർഡ് ചെയ്തു കോടതിയിൽ വരികയും അത് തെളിവുകളായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്കിനി വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് അടുത്ത നാഗരിക സുരക്ഷാ സംഹിത അതിലേക്കും കൂടി ഒന്ന് വന്നാൽ പലപ്പോഴും ഈ FIR ഇടുന്നത് വൈകുന്നത് മൂലം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് കുറ്റകൃത്യം നടന്ന സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്റ്റേഷനിലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നതോടുകൂടി അതിലും ഒരു മാറ്റം വന്നത് പ്രത്യാശ നൽകുന്നതൊന്ന് തന്നെയല്ലേ? ആണ്. കാരണം 0 FIR എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഇപ്പോൾ CRPC അല്ലെങ്കിൽ നാഗരിക സുരക്ഷാ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തൊരു കുറ്റകൃത്യം നിന്നാൽ നമ്മൾ നിൽക്കുന്ന വേറൊരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല, നിങ്ങൾ യഥാർത്ഥ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ പരാതി കൊടുക്കണം. അപ്പോൾ കാലതാമസം ഉണ്ടാവും, FIR എടുക്കാൻ താമസം ഉണ്ടാവും, അതിൻ്റെയൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് കേസിനെയും ബാധിക്കും. കാരണം FIRലെ ഡിലേ കേസിനെ ഘടകവിരുദ്ധമായി ബാധിക്കുന്ന ഒന്നാണ്. ഇന്ന് ആ സിസ്റ്റം പുതിയ സംവിധാനത്തിലൂടെ മാറിയിരിക്കുന്നു. നമ്മുടെ നാഗരിക സുരക്ഷാ സംവിധാനത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നൊരു കാര്യമാണ് 0 FIR എന്ന് വെച്ചാൽ എവിടെയാണ് ഒരു കുറ്റം നടന്നത് എന്നുള്ളതല്ല, എവിടെയാണ് കുറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ FIR എടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നടന്ന ഒരു കുറ്റം ഞാൻ കണ്ണൂർ വെച്ചാണ് അറിഞ്ഞതെങ്കിൽ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്താൽ അപ്പോൾ FIR എടുക്കുന്നു. ആ FIRനെ എടുത്ത് പ്രാഥമികമായി കിട്ടുന്ന തെളിവുകളും ശേഖരിച്ച് ആ FIR നേരെ യഥാർത്ഥ അന്വേഷണ സ്ഥലത്തേക്ക് കൈമാറുന്നു. അപ്പോൾ ഈ ഡിലേ, കാലതാമസം, പ്രാഥമിക തെളിവുകൾ നശിക്കാനുള്ള ഒരു സാധ്യത ഇതെല്ലാം തന്നെ അവിടെ അവസാനിക്കുന്നു. അല്ലെങ്കിൽ അത്തരം നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ രാജ്യം മുഴുവൻ ഒരു ഒറ്റ പ്രതിരോധ സംവിധാനത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ ഒരു സംവിധാനത്തിലൂടെ? അങ്ങനെ പറയാം, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാരണം ഈ നിയമങ്ങളെല്ലാം തന്നെ രാജ്യത്താകമാനം ആപ്ലിക്കബിളാണ്, അപ്പോൾ ബാധകമാണ് ഈ 3 നിയമങ്ങളും. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് കാശ്മീർ കൂടി നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേക പദവിയിൽ നിന്ന് മാറി രാജ്യത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ സ്ഥിതിക്കും നമുക്ക് പറയാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ നിയമങ്ങൾക്ക് ഒരു ഏകോദര സ്വഭാവം അല്ലെങ്കിൽ ഒരേ സ്വഭാവ രീതി ഉണ്ടാവുമെന്നും അതെല്ലാം തന്നെ അത്തരത്തിൽ പരിഗണിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, നമുക്കിപ്പോൾ ലിംഗവ്യവസ്ഥയ്ക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീ, പുരുഷൻ, പിന്നെ അതുപോലെ ട്രാൻസ്ജെൻഡർ ഈ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ ഒരുപോലെ ഈ നിയമം പ്രാപ്യമാവുന്ന രീതിയിലാണോ വിഭാവനം ചെയ്തിരിക്കുന്നത്? ആണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൽ ഓർ ഫീമെയിൽ നമ്മളെല്ലാ ആപ്ലിക്കേഷനിലും കാണും ടിക്ക് മെയിൽ ഓർ ഫീമെയിൽ. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു വിഭാഗത്തെ കൂടി അംഗീകരിക്കുകയും കോടതികൾ അതിനനുസൃതമായ ചില നിയമങ്ങൾ പാസ്സാക്കുകയും അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3ാം ജെൻഡറായി അവരെ കൂടി അംഗീകരിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ പരിഷ്കരിക്കപ്പെട്ട നിയമത്തിലും അവർക്ക് തത്തുല്യമായ പ്രാധാന്യം കൊടുത്ത് അവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ വ്യവസ്ഥിതി മാറി എന്നുള്ളതാണ്. അതിന് അടിസ്ഥാനപരമായി കോടതികളാണ് അതിൽ ആദ്യമേ ഇടപെട്ടത്. അവർ തമ്മിലുള്ള വിവാഹം, അവർ തമ്മിലുള്ള മറ്റ് ശാരീരിക ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള കൂട്ടായ്മ, അവരുടെ ഒരുമിപ്പ്, അതിനൊക്കെ തന്നെ ഒരു നിയമപരമായ സംരക്ഷണവും അല്ലെങ്കിൽ അവരെ അവജ്ഞയോട് കണ്ടിരുന്ന ഒരു രീതി മാറുകയും അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സാധാരണഗതിയിൽ ഒരു സംരക്ഷണ വലയം നിയമപരമായി തന്നെ ഉണ്ടാക്കുവാനും പുതിയ നീതിന്യായ വ്യവസ്ഥിതിയും നിയമനിർമ്മാണങ്ങളും കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.
ഓക്കെ, നമുക്ക് നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഈ നിയമം നൽകുന്ന സാധ്യതകൾ അല്ലെങ്കിൽ ഈ നിയമം മുന്നോട്ട് വയ്ക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ അവരെ ഒരു ബോധവാന്മാരാക്കുന്നതിൽ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക? പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളൊക്കെ തന്നെ അവർക്കും ബാധകമാണല്ലോ. അപ്പോൾ ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അവരെ ബോധവാന്മാരാക്കാൻ സാധിക്കും പുതിയ നിയമങ്ങളുടെ? നമ്മുടെ നിയമവ്യവസ്ഥയിലൊരു ചൊല്ലുണ്ട്, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമത്തെ പറ്റിയുള്ള അജ്ഞത പരിഹാരമില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്തു, അയ്യോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇത് കുറ്റമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാരമേ അല്ല. അപ്പം അത്തരം സ്ഥിതിക്ക് നിയമ അവബോധം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമാണ്. നിയമം പഠിപ്പിക്കേണ്ടത് വക്കീലന്മാരെയും പോലീസിനെയും മാത്രമല്ല, സാധാരണ ജനങ്ങളെയാണ്. പല കുറ്റകൃത്യങ്ങളും ഉണ്ടാവുന്നത് നിയമത്തെ പറ്റിയുള്ള അജ്ഞത കൊണ്ടോ ശരിയായ പരിജ്ഞാനം കിട്ടാത്തത് കൊണ്ടോ ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ ഈ പുതിയ നിയമവും അതിൻ്റെ പ്രത്യേകതകളും പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊരു ആവശ്യകതമായി തീർന്നിരിക്കുന്നു. അതിന് നേരത്തെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ തുടങ്ങി. കോടതികൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രത്യേക സംവിധാനങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റെല്ലാ പൊതുജനങ്ങളുടെയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തുന്നതിനുള്ള സംവിധാനം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനമെല്ലാം കോടതിയിലും നമ്മുടെ നിയമ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളും അങ്ങനെയുള്ള അവബോധവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ട്. അത് കൂടുതൽ ശക്തിയാകേണ്ടതുണ്ട്. അതിന് കാരണം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നിയമമാണ്. നിയമം പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് കുറ്റം, എന്തൊക്കെയാണ് കുറ്റമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് അതനുസരിച്ച് ജീവിക്കാനും കഴിയും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസലാണ്. അത് നമ്മൾ കൂടുതൽ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ വിശാലമായി നടപ്പിലാക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു. ഓക്കെ, എന്തായാലും നമ്മുടെ സാമൂഹ്യ പാഠത്തിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ പ്രേക്ഷകരോട് ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നത്തെ സാമൂഹ്യ പാഠം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.